ഹലോ മച്ചാന്മാരെ, ഇന്ന് നമ്മൾ പുതിയൊരു റൂഫിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്രാവശ്യം നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ, സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ടിൽ റൂഫ് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ഇപ്രാവശ്യം ചെയ്യുന്നത്. അതാണ് ഇപ്രാവശ്യം നമ്മുടെ വർക്ക്. ഒരൊറ്റ നില വീട്, അതിൻ്റെ മേലേന്ന് ഫ്രണ്ടിലോട്ട് മുറ്റത്ത് ഫുള്ളായിട്ട്, അതായത് ഒരു 16 അടിയുടെ ഒരു 12 ഷീറ്റ് നീളത്തിൽ, ഫുൾ നീളത്തിൽ ചെയ്യുന്ന ഒരു വർക്കാണ് ഇപ്രാവശ്യം ചെയ്യുന്നത്. ഇപ്രാവശ്യം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഓക്സിയുടെ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. മെറ്റീരിയൽ ഇറക്കി നമ്മൾ ഇത് ഒറ്റ ഷീറ്റാണ് 16 അടിയുടെ. അപ്പം കഴുക്കുമെല്ലാം സെറ്റ് ചെയ്ത് ആദ്യം എല്ലാ അളവിലും മുറിച്ച് ജോയിൻ്റാക്കി റെഡിയാക്കി എടുത്തിട്ട് പെയിൻ്റെല്ലാം അടിച്ചിട്ടിട്ടാണ് നമ്മൾ വർക്ക് തുടങ്ങുന്നത്. അപ്പം താഴെ ഒരു 4 തൂണ്, 2 ഇഞ്ചിൻ്റെ റൗണ്ട് GI ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിന് തൂണ് വേണ്ടിയിട്ട്. കഴുക്കോലായിട്ടെല്ലാം നമ്മൾ 3 16-ൻ്റെ പൈപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മേലെ നമ്മൾ വാർപ്പിൻ്റെ മേലെ പ്ലേറ്റ് അടിച്ച് കോൺക്രീറ്റ് ചെയ്തിട്ട് സെറ്റാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വീടിൻ്റെ ടോപ്പിൽ നിന്നാണ് ചെയ്യുന്നത്. കുറച്ച് ഉയരം വരുന്നോട്ടെന്ന് വെച്ചിട്ട് വാർപ്പിൻ്റെ അടിയിൽ നിന്നല്ല, വാർപ്പിൻ്റെ മുകളിൽ നിന്ന് തന്നെ ചെയ്തിരിക്കുന്നത്. കാരണം മുറ്റം ഫുള്ള് ഇടുമ്പോഴത്തേക്കും ഉള്ളിലോട്ട് ഇട്ടാന്നുള്ള ഒരു പ്രതീതി വരണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. പട്ടികയായിട്ട് നമ്മളെല്ലാം ഒന്നിക്കൊന്നിൻ്റെ പൈപ്പാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ സ്ക്വയർ പാത്തിയും കൂടി സെറ്റ് ചെയ്യുന്നുണ്ട്. ചിലവ് കുറഞ്ഞ രീതിയിൽ ഉള്ള പരിപാടിയാണ്. കാരണം വലിയ ഡിസൈനോ സംഭവങ്ങളൊന്നുമില്ല. വീടിൻ്റെ ഫ്രണ്ടിലൊരു ഷീറ്റ് വണ്ടി വെക്കാൻ, കാരണം നല്ല 12 ഷീറ്റ് എന്ന് പറയുമ്പോൾ 12 മീറ്റർ നീളത്തിൽ ഷീറ്റ് ഉണ്ടല്ലോ. അപ്പം 1, 2, 3 വണ്ടിയെല്ലാം വെക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ വീതി 16 അടിയുണ്ട് പുറത്തേക്ക് ഷീറ്റ്. അപ്പം അങ്ങനെയുള്ളൊരു വർക്കാണ് നമ്മൾ ഇപ്രാവശ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്പീഡ് പരിപാടിയാണ്. കഴുക്കുമെല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ പരമാവധി എളുപ്പമുള്ളൊരു വർക്കാണല്ലോ. തൂണെല്ലാം സെറ്റ് ചെയ്ത് ഭീമെല്ലാം അടിച്ച് കഴുക്കുമെല്ലാം അടിച്ചിട്ട് പട്ടികയുടെ പണിയിലെത്തിയിട്ടുണ്ട് നമ്മൾ. പരമാവധി സ്പീഡിലാണ്. ഇനി പട്ടിക വെച്ച് കഴിഞ്ഞാൽ പിന്നെ പാത്തി ക്ലാമ്പും കൂടി സെറ്റ് ചെയ്ത് പാത്തി സെറ്റ് ചെയ്യണം. പാത്തി സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഷീറ്റ് ഇടാനുള്ള പരിപാടി. ആദ്യം തന്നെ പാത്തിയിലും വെക്കും. സ്ക്വയർ പാത്തിയാണ് നമ്മൾ ഇപ്രാവശ്യം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതാണ് ഇപ്രാവശ്യത്തെ വർക്ക് കണ്ടിട്ടൊന്ന് അഭിപ്രായം പറ. ഇത്രയും സിമ്പിളായിട്ട് ചെയ്യുക, പരമാവധി സിമ്പിളായിട്ട്, അതായത് ചിലവൊന്നും പരമാവധി കുറഞ്ഞിട്ട്, കാരണം അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ വീടിൻ്റെ സെറ്റ് ഔട്ടും എല്ലാം നനയാണ്ടിരിക്കും. പിന്നെ വണ്ടി വെക്കാനുള്ള ഒരു ഏരിയയും കൂടെ കിട്ടും. അപ്പോൾ ഈ വർക്ക് കണ്ടിട്ടൊന്ന് അഭിപ്രായം പറയുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള വർക്കുകൾക്ക് വേണ്ടി നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ കണ്ണൂർ ജില്ലയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയെക്കുറിച്ചും ഒരു അഭിപ്രായം പറയുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോകൾ നമ്മൾ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ കാണാൻ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കാണുന്നവർ പരമാവധി ലൈക്ക് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇതാണ് നമ്മൾ ഇപ്രാവശ്യത്തെ വർക്ക്. അപ്പം നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വലിയൊരു ഏരിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിലാണെന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. വലിയൊരു ഏരിയ ഉണ്ട്. മുറ്റം ഒട്ടും നനയില്ല, അത്യാവശ്യം ഉയരവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വർക്ക് കണ്ടിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.